ഹായ് പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ചിക്കോടുള്ള നരസിംഹപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് പുഴയരികിലാണ് കിടക്കുന്നത്. അവിടെ ഒരു ബാലവിനായക ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രവും പുഴയരികൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് കിണർ സ്റ്റോപ്പിൽ നിന്ന് തെക്കോട്ട് വരുന്ന വഴിയാണ്. ആ വഴിയാണ് ഞാൻ വന്നത്. തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. ഇതാ അമ്പലത്തിൻ്റെ ആല്, വമ്പൻ ആലാണ്. ഇതാ വണ്ടി നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് പുഴയും. അപ്പോൾ അമ്പലം ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ്. ഇതാണ് അമ്പലം, ബാലവിനായക ക്ഷേത്രം. നേരത്തെ അമ്പലം ഉണ്ടായിരുന്നത് ഈ ആലിൻ്റെ ചുവട്ടിലായിരുന്നു. അന്ന് ആൽത്തറയും വിനായകൻ്റെ വിഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്ഥലം വന്നിട്ട് അന്ന് ഭയങ്കര താഴ്ചയായിരുന്നു. ഈ ആലും ആൽത്തറയൊക്കെ നല്ല പൊക്കത്തിലായിരുന്നു. സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മേലെയായിരുന്നു വിനായകൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പണ്ട് 6 വീടുകളോ 7 വീടോ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ വീടുകളൊക്കെ നിറഞ്ഞു, ഇഷ്ടത്തിന് വീടായി. അപ്പോൾ അതിൽ അമ്പല കമ്മിറ്റി രൂപീകരിച്ച് അമ്പലമൊക്കെ അടിപൊളിയായി പണി ചെയ്തു. ഇപ്പോൾ ഇങ്ങനെയായി അമ്പലം. അടിപൊളിയായിട്ടില്ലേ? പുഴയരികാണ്. ആലിൻ്റെ വലിപ്പം നോക്കിക്കോളൂ. വലിയ ആലാണ്. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ വിനായകൻ്റെ വിഗ്രഹം ഇവിടെയായിരുന്നു. ഇതെല്ലാം മാറിപ്പോയി. ഇതാ പുഴ തൊട്ടടുത്ത് തന്നെയാണ്, അമ്പലത്തിനോട് ചേർന്ന്. പണ്ട് പാലമൊന്നുമില്ലായിരുന്നു, ഇപ്പോൾ പാലമൊക്കെ വന്നു. മഴക്കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പുഴ കുറിച്ച് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് ഊരിലുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ വളരെ ഈസിയായി. തൊഴിലിന് പോകാനൊക്കെ വളരെ സൗകര്യമായി. ഇതാ പുഴ. ഞങ്ങളന്ന് കൂട്ടുകാരൻ്റെ ഒപ്പം പശുക്കളൊക്കെ മേയ്ക്കാൻ വരുന്ന സ്ഥലമാണ്. ഇവിടെ വരും. എൻ്റെ വീട് കുറച്ചപ്പുറത്താണ്, കുറച്ച് ദൂരമുണ്ട്. എന്നാലും പശുക്കളിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് മേയ്ക്കും. ഈ പുഴയിൽ കൂടെ മീനൊക്കെ പിടിക്കും ഇവിടെയൊക്കെ. ഇതൊക്കെ ഇപ്പോൾ വന്ന വീടുകളാണ്. പണ്ടൊക്കെ കരിമ്പ് കൃഷിയും തെങ്ങും തോട്ടങ്ങളായിരുന്നു. ഇപ്പുറത്തൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ തോട്ടങ്ങളായിരുന്നു. എന്നൊക്കെ അടിപൊളിയാക്കിയവർ. ആൾക്കാരൊക്കെ സ്ഥലമൊക്കെ മേടിച്ച് സെറ്റാക്കി. ഇവിടെയായിരുന്നു ഞങ്ങൾക്ക് പണ്ട് ശ്മശാനമൊക്കെ. ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ അടിപൊളിയായി എല്ലാവരും കുളിച്ച് എന്നിട്ടാണ് വീട്ടിൽ പോക്ക്. ഇതാ പാലം. ഞാനിപ്പോൾ വന്ന വഴിയാണ്. അന്ന് പാലമൊന്നുമില്ല, ഭയങ്കര താഴ്ചയുള്ള സ്ഥലമാണ് ഇവിടെ. വെള്ളം ഭയങ്കരമായ ഒഴുക്ക് ഉള്ള സ്ഥലമാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ബായ്.